ഇഡിയുടെ കേസ് എന്ന് പറയുന്നത് 2150 കോടി രൂപ മസാല ബോണ്ട് വഴി കടമെടുത്തപ്പോൾ അതിലെ 466 കോടി രൂപ ലാൻഡ് അക്വിസിഷൻ ഉപയോഗിച്ചു എന്നുള്ളതാണ്. നമ്മുടെ നാട്ടിലെ അടിസ്ഥാന സൗകര്യ പദ്ധതികൾക്ക് വേണ്ടി ലാൻഡ് അക്വയർ ചെയ്യാൻ സർക്കാർ പണം മുടക്കുന്നത് ഒരു വയലേഷനായി കാണേണ്ട കാര്യമുണ്ടോ? കോട്ടയം സബ്സ്റ്റേഷൻ മുതൽ കണ്ണൂർ സൗത്ത് ബസാർ മേൽപ്പാലം, അഴീക്കോട് മുനമ്പം പാലം, കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഇങ്ങനെയുള്ള പദ്ധതികൾക്ക് വേണ്ടി സ്ഥലം ഏറ്റെടുത്തു ഈ പണം ഉപയോഗിച്ച് എന്നുള്ളതാണ് കുറ്റമായി കാണുന്നത്. ഈ കേസ് നിലനിൽക്കുന്ന ഒരു കേസായി കാണുന്നുണ്ടോ? അല്ല അഭിലാഷ്, അങ്ങ് പറഞ്ഞ കാഞ്ഞിരപ്പള്ളി ബൈപ്പാസ് ഉണ്ടല്ലോ, അതെൻ്റെ നാട്ടിലാണ് കേട്ടോ. എൻ്റെ വീട്ടിൽ നിന്ന് ഒരു 3 കിലോമീറ്റർ അപ്പുറത്താണ്. ആ ബൈപ്പാസിൻ്റെ പ്രവർത്തനങ്ങൾ നിർത്തി കരാറുകാരൻ കമ്പിയും മണലും വാരിക്കൊണ്ട് പോയതാണ്. കഴിഞ്ഞ ദിവസത്തെ മാതൃഭൂമി അടക്കം കോട്ടയത്ത് നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ആർക്കൈവ്സ് എടുത്ത് നോക്കിയാൽ കാണാം. ഇനി കാഞ്ഞിരപ്പള്ളി ബൈപ്പാസും അങ്ങ് സൂചിപ്പിച്ച കോട്ടയത്തെ സബ്സ്റ്റേഷനും അങ്ങയുടെ നാട്ടിലെ ഒക്കെ ഈ പറയുന്ന പദ്ധതികളുണ്ടല്ലോ, ഈ പദ്ധതികളെല്ലാം കിഫ്ബി എന്ന് പറയുന്ന ഏട്ടിലെ മച്ചിപ്പശു ഉണ്ടല്ലോ, ആ മച്ചിപ്പശുവിനെ തൊഴുത്തിൽ ഉണ്ടായിരുന്നില്ലെങ്കിൽ പോലും സംസ്ഥാന സർക്കാർ ചെയ്യേണ്ടിയിരുന്ന പ്രവർത്തനങ്ങളാണ്. അതുകൊണ്ട് ഒരു ഓമനപ്പേരിട്ട് പുതിയൊരു കുഞ്ഞിനെ ഉണ്ടാക്കി ആ കുഞ്ഞ് ഈ പ്രവർത്തനങ്ങളെല്ലാം ചെയ്തേ അത് ഞങ്ങളുടെ മേന്മയാണ് എന്ന് ഭാവിക്കുന്നത് ശരിയല്ല. ഇനി ഇ ഡിയുമായി ബന്ധപ്പെട്ട്, ഇ ഡിയുടെ നോട്ടീസുമായി ബന്ധപ്പെട്ട് ശ്രീ അഭിലാഷ്, നമ്മൾ നോർത്ത് ഇന്ത്യയിലൊക്കെ പ്രതിപക്ഷം ആകെ ഇ ഡിയെ വിളിക്കുന്നത് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് എന്നാണ്. ആറ് ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റ് കേരളം വിട്ട് കഴിഞ്ഞാൽ നോർത്ത് ഇന്ത്യയിലാകെ BJPയുടെ ഇലക്ഷൻ ഡിപ്പാർട്ട്മെന്റായാണ് ഇ ഡി പ്രവർത്തിക്കുന്നത്. പക്ഷെ കേരളത്തിൽ വരുമ്പോൾ എന്താ, E4 എന്തിനോ വേണ്ടി, ഇ ഡി എന്നാൽ E4 എന്തിനോ വേണ്ടി നോട്ടീസ് അയക്കുന്ന ഒരു ഡിപ്പാർട്ട്മെന്റായി ഇ ഡി മാറിയിരിക്കുകയാണ്. കേരളത്തിൽ ഇ ഡി ഇതിനു മുമ്പ് നോട്ടീസ് അയച്ച സംഭവങ്ങളുടെ ഒരു ക്രോണോളജി നോക്കാം. തൃശ്ശൂരിൽ എന്തായിരുന്നു തൃശ്ശൂരിലെ ഇ ഡിയുടെ നോട്ടീസ്? തൃശ്ശൂരിൽ ഇ ഡി നോട്ടീസ് വരുന്നു, ഇ ഡി പറന്നിറങ്ങുന്നു, ചാടി നടക്കുന്നു, ഓടി നടക്കുന്നു. ഏറ്റവും അവസാനം എന്തുണ്ടായി? ദത്താത്രേയ ഹോസ്പിറ്റലിനെ കാണാൻ അജിത് കുമാർ പോയി, ഇ ഡി വണ്ടി വിട്ടു. ഇ ഡി വണ്ടി വിട്ട് 1 മാസം കഴിഞ്ഞ് വന്ന തൃശ്ശൂരിലെ റിസൾട്ടിൽ ആര് ജയിച്ചു? സുരേഷ് ഗോപി ജയിച്ചു. കേരള ചരിത്രത്തിൽ ആദ്യമായി BJPക്ക് പാർലമെന്റിൽ ഒരു MP ഉണ്ടായി ഇ ഡി വന്നിട്ട് പോയപ്പോ കേട്ടോ. നോട്ടീസ് വന്നത് TN പ്രതാപൻ മത്സരിച്ചതിനേക്കാൾ എത്ര കുറഞ്ഞ വോട്ടാണ് അവിടെ കെ മുരളീധരന് കിട്ടിയത്? ഇ ഡി വന്നതുകൊണ്ടാണോ 86,000 വോട്ട് കുറഞ്ഞത്? അഭിലാഷ്, അങ്ങ് എത്രയോ ഇലക്ഷനുകളിൽ റിസർച്ച് നടത്തുന്ന ഒരാളാണ്. അങ്ങ് ഈ വാദം പറയുന്നത് നമ്മൾ ഇലക്ഷൻ ഡേറ്റ എങ്ങനെയാണ് പഠിക്കുന്നത്? അതിന് തൊട്ടു മുമ്പുള്ള റീസെന്റ് ഇലക്ഷനുമായി ബന്ധപ്പെട്ടാണ് പഠിക്കുക. അത് തന്നെയാണ് ബെഞ്ച് മാർക്കും. അങ്ങേക്കും അതറിയാം. അങ്ങനെയാണെങ്കിൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേണും വ്യത്യസ്തമാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ പാറ്റേൺ അല്ലേ നമ്മൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഒരു തരത്തിൽ മാനദണ്ഡമാക്കാൻ പറ്റൂ. അങ്ങനെ നോക്കിക്കഴിഞ്ഞാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച്, തൊട്ടു മുമ്പ് നടന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പിനെ അപേക്ഷിച്ച് എത്ര വോട്ടാണ് കുറഞ്ഞത് UDFന്റെ സ്ഥാനാർത്ഥിക്ക്? 1ാം സ്ഥാനത്ത് നിന്ന് 3ാം സ്ഥാനത്തേക്ക് പോയില്ലേ? അത് ഇ ഡി വന്നതുകൊണ്ടാണോ? നമ്മൾ ഇലക്ഷനെ അങ്ങനെ കാണുന്നതിൽ വല്ല കാര്യമുണ്ടോ? അഭിലാഷ്, ശ്രീ അഭിലാഷ് മോഹൻ, ഒരിക്കലുമല്ല. 5 വർഷം കൊണ്ട് അവിടെ ഒഴുകിയ വെള്ളമാണോ അതിന് തൊട്ടു മുമ്പ് നടന്ന 1.5 വർഷം മുമ്പ്, അല്ല 1.25 വർഷം മുമ്പ് നടന്ന തെരഞ്ഞെടുപ്പിൽ ഒഴുകിപ്പോയത്? അപ്പം നമുക്ക് റീസെന്റ് തെരഞ്ഞെടുപ്പ് ഏതാണോ അതുതന്നെയാണ് എല്ലാ ഇലക്ഷൻ ഡേറ്റ സ്ട്രാറ്റജിസ്റ്റുകളും ബെഞ്ച് മാർക്കായി എടുക്കുന്നത്. എനിക്കും അത് എടുക്കാൻ പറ്റൂ. അതുതന്നെയാണ് യാഥാർത്ഥ്യം. അങ്ങനെ നോക്കിയാൽ 1,58,000 വോട്ട് നഷ്ടപ്പെട്ടത് ഞങ്ങൾക്കല്ല, അത് LDFനാണ്. അതെവിടെ നിന്നാണ് അവർ ഉത്തരം പറയട്ടെ. അപ്പോൾ ഞങ്ങളുടെ ഉത്തരം ഞങ്ങൾ പറയാം. രണ്ടാമത് ഇ ഡിയുടെ നോട്ടീസ് വന്നത് മുഖ്യമന്ത്രിയുടെ മകനാണ്. മുഖ്യമന്ത്രിയുടെ മകൻ നോട്ടീസ് വന്നില്ലെന്ന് മുഖ്യമന്ത്രിയുടെ മകൻ പറയുന്നു. ഇ ഡി പറയുന്നു അങ്ങനെ അയച്ചിട്ടില്ലെന്ന് പറഞ്ഞു. എന്തായാലും ആ നോട്ടീസ് വന്ന് 2 ദിവസം കഴിഞ്ഞപ്പോൾ നവംബർ മാസം 9-ാം തീയതി അതുവരെ മടിച്ചു നിന്ന കേരളം PM ശ്രീയിൽ ഒപ്പിട്ടു. ഇന്ന് ലോക്സഭയിൽ ചോദിച്ചിട്ടുണ്ട് PM ശ്രീയിൽ നിന്ന് പിന്മാറാൻ പറ്റുമോ ഇല്ലയോ എന്ന്. കൃത്യമായ ഒരു ഉത്തരം പറയാൻ കേന്ദ്രത്തിന് പറ്റിയില്ല. എന്തുകൊണ്ടാ? സെറ്റിൽമെന്റ് ആണ് അഭിലാഷ്. രണ്ടാമത് ഇപ്പൊ 3ാമത് നോട്ടീസ് വന്നിരിക്കുന്നത് ഇതാ ഈ വിഷയവുമായി ബന്ധപ്പെട്ടാണ്. അതും ഒരു ഇലക്ഷൻ സമയത്താണ്. കേന്ദ്രത്തിന് എന്തെങ്കിലും കേരളത്തിൽ നിന്ന്, ഇവിടുത്തെ ഇടതുപക്ഷ സർക്കാരിൽ നിന്ന് സാധിച്ചെടുക്കാനുണ്ടോ അപ്പോഴൊക്കെ ഇവരെന്ത് ചെയ്യും? ഓരോ നോട്ടീസ് അയക്കും. ആ നോട്ടീസിന്റെ പിറ്റേന്ന് കേന്ദ്രത്തിന്റെ മുമ്പിൽ കുനിഞ്ഞ് വളഞ്ഞ് നിവർന്ന് അവരെന്താണോ ആവശ്യപ്പെട്ടത്, അവരെന്താണോ പറഞ്ഞത് അത് അതേപടി ചെയ്തു കൊടുക്കുന്ന കേരളത്തെ നമ്മൾ കണ്ടു. ഇനി ഒരു കാര്യം കൂടി, മസാല ബോണ്ടുമായി ബന്ധപ്പെട്ട് ഈ രീതിയിലേ അല്ല ഇ ഡിക്ക് വളരെ കൃത്യമായി ആത്മാർത്ഥതയുണ്ടെങ്കിൽ നോട്ടീസ് അയക്കേണ്ടത്. മസാല ബോണ്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം എന്താണെന്ന് അറിയാമോ? മസാല ബോണ്ടിൽ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് പ്രശ്നം. എന്തുകൊണ്ടാണെന്ന് നേരത്തെ തോമസ് ഐസക് പറഞ്ഞപ്പോൾ, അദ്ദേഹം സ്പെഷ്യൽ ഗസ്റ്റ് ആയതുകൊണ്ടാണ് ഞാൻ ഇടപെടാതിരുന്നത്. ഐസക് പറഞ്ഞു ആ സമയത്ത് സമാനമായ കമ്പനികൾ മസാല ബോണ്ട് ഇഷ്യൂ ചെയ്ത് ഇതിൽ കൂടുതൽ പലിശയ്ക്കാണ് എന്ന്. ഞാനൊരു ക്രോണോളജി പറയാം. HDFC
ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ നിന്ന് മസാല ബോണ്ട് വഴി പണം കണ്ടെത്തുന്നത് 2018 8.3% അഭിലാഷ് അതിന്റെ പലിശ. NTPC അങ്ങേക്ക് അറിയാമല്ലോ, NTPC 2018 കണ്ടെത്തുന്നത് 7.25-ന്, NHAI 7.3-ന്, യെസ് ബാങ്ക് കണ്ടെത്തുന്നത് 6%-നാണ്. അത് നമ്മൾ കിഫ്ബിയിലെ ബോണ്ട് ഇഷ്യൂ ചെയ്യുന്നതിന് കറക്റ്റ് 1 മാസം മുമ്പ് ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ മസാല ബോണ്ടിൽ നിന്ന് പണം കണ്ടെത്തിയവരാണ്. ഇനി കിഫ്ബി ആവട്ടെ 9.72%-ന്. നോക്കൂ, ഐസക് പറഞ്ഞത് എന്തൊരു പച്ച നുണയാണ്. ഐസക് പറഞ്ഞതുമായി ബന്ധപ്പെട്ട് ഈ ക്രോണോളജി ഒന്ന് നോക്കൂ. ഈ കിഫ്ബി അവിടെ നിന്ന് പണം കണ്ടെത്താൻ വേണ്ടി ലണ്ടൻ സ്റ്റോക്ക് എക്സ്ചേഞ്ചിൽ പോകുന്നതിൻ്റെ 6 മാസ കാലയളവിൽ അവിടെ പോയി പണം കണ്ടെത്തിയ ഇന്ത്യൻ കമ്പനികളുടെ ഇൻട്രസ്റ്റ് റേറ്റ് ആണ് ഞാൻ പറഞ്ഞത്. അപ്പോൾ അത്രയും വലിയൊരു ഇൻട്രസ്റ്റ് ഗ്യാപ്പ് ഉണ്ടാക്കിക്കൊണ്ട് എന്തിനാണ് കേരളത്തിന്റെ പൊതുഖജനാവിന് നഷ്ടമുണ്ടാക്കി വെച്ചത് എന്ന് പ്രധാനപ്പെട്ട ചോദ്യമല്ലേ? ആ പ്രധാനപ്പെട്ട ചോദ്യത്തിന് ഇതുവരെ ഉത്തരം നൽകാൻ ഇവർക്ക് സാധിച്ചിട്ടില്ല. അപ്പോൾ ഇഡിക്ക് എന്തെങ്കിലും ഒരു ആത്മാർത്ഥത ഈ കേസിൽ ഉണ്ടായിരുന്നെങ്കിൽ ഈ പറയുന്ന ഇൻട്രസ്റ്റ് ഗ്യാപ്പിലൂടെ പബ്ലിക് എക്സ്ചെക്കറിനുണ്ടായ നഷ്ടം, ആ നഷ്ടം ലാവ്ലിൻ 20-25% ഷെയർ ഹോൾഡിംഗ് ഉള്ള കമ്പനിക്ക് വേണ്ടി എന്തെങ്കിലും അഴിമതിയുടെ പുറത്തോ സെറ്റിൽമെന്റിന്റെ പുറത്തോ നടത്തിയതാണ് എന്ന് ഞങ്ങൾക്ക് സംശയമുണ്ട്. മണി ലോണ്ടറിംഗും അതുപോലെ തന്നെ ഫെമ വയലേഷനുമാണ്. പക്ഷേ ഈ ഫെമ വയലേഷൻ എങ്ങനെ നിലനിൽക്കും എന്നുള്ള ചോദ്യമുണ്ട്.